morning, sir. Yes, Achu, good morning. Good morning, Aisha. sir. Good morning, sir. Okay, Said, Tara, Sheni Roji, good morning. Good morning, sir. Josmi, Alisa, good morning. Good morning. Sheena Tommy, good morning. Good Good morning, morning, sir. sir. Naina, Namshina, good morning. Josmi, good morning. Good morning, sir. Yes, good morning, Josmi. ആരാണ് prayer? Sir, ഞാൻ പറയാം. Yes, okay, carry on. God, our Father, I offer you today all that I think and do and say. I offer it with what was done on earth by Jesus Christ, your Son. Amen. Yes, very good, very good, very good. Then, thought of the day. Thought of the day. Okay, Sheena. Believing in yourself is the secret to success. യെസ്, നല്ല കാര്യമാണ് ഷീന പറഞ്ഞത്. ഓക്കെ, ഞാൻ വരാം കേട്ടോ. അടുത്തത് സൈനിങ് ഓൺ. യെസ്, ഓക്കെ. Then let us start. Believing in yourself. അതായത് നമ്മൾ വിശ്വസിക്കാത്തതാണ് അല്ലേ. യു ആർ ടാലന്റഡ്, നിങ്ങൾ നല്ല കഴിവുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം വേണം. അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ടാലന്റ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കൂടി വേണം. നമുക്ക് അതിലേക്ക് വീണ്ടും കുറച്ചൊക്കെ നമുക്ക് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിക്കിള് ഒരു സ്ഥലത്തേക്ക് എടുക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ആർട്ടിക്കിളിന്റെ ബാലൻസ് പറയാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആർട്ടിക്കിളിനെ കുറിച്ചായിരുന്നു. ആർട്ടിക്കിളിനെ നമ്മൾ രണ്ടായിട്ട് വിഭജിച്ച കേസ് നമ്മൾ പറഞ്ഞു. ഡെഫിനിറ്റ് ആർട്ടിക്കിളും പറഞ്ഞു, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും പറഞ്ഞു. അതില് ഡെഫിനിറ്റ് ആർട്ടിക്കിളെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളെ കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. യെസ്, അപ്പോ ഇനി നമ്മൾ പറയുന്നത് ഈ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. യെസ്, അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് പ്രപഞ്ചത്തില് ഒരെണ്ണമുള്ള എല്ലാ സംഗതികളും അവിടെയൊക്കെ ദി ഉപയോഗിക്കുന്നു പറഞ്ഞു. ദി സൺ, ദ മൂൺ, ദ എർത്ത്, ദി ഇക്വേറ്റർ, ദ വെദർ, ദ സ്കൈ, ദ ബൈബിൾ, ദ രാമായണ, ദി മഹാഭാരത, ദി ഖുറാൻ, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. ടു റെപ്രസെന്റ് എ റേസ്, റേസ് എന്ന് പറഞ്ഞാൽ വർഗം, ഒരു വർഗം മുഴുവനും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ അനിമൽ. വളരെ വിശ്വസ്തയായ ഒരു അനിമലാണ് ഡോഗ് എന്ന് പറയുന്നത്. എ ഫെയ്ത്ത്ഫുൾ അനിമൽ. ആ ഡോഗ് എന്നുള്ളതിന് തൊട്ട് മുന്നിൽ നമ്മൾ ദി കൂടി ചേർക്കുന്നു. ദ ഡോഗ് ഈസ് ഫെയ്ത്ത്ഫുൾ അനിമൽ. അത് ചേർക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് നായ എന്ന് പറയുന്ന വർഗം മുഴുവനുമാണ്, ഒരു നായല്ല. ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ അനിമൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ബിലോങ്സ് ടു വൺ. പക്ഷെ ദി ഡോഗ് എന്ന് പറയുമ്പോൾ ദ ഹോൾ റേസ്, ആ നായ എന്ന് പറയുന്ന വർഗം മുഴുവൻ. നമുക്ക് പറയാം എലിഫന്റ് ഈസ് ദ ലാർജസ്റ്റ് ലാൻഡ് അനിമൽ. ആന എന്ന് പറയുന്നത് കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ദി എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തുള്ള എല്ലാ ആനകളും തോന്നും. ദി എലിഫന്റ്, യെസ്, ദി എലിഫന്റ് ഈസ് ദ ലാർജസ്റ്റ് അനിമൽ. അപ്പൊ നമുക്ക് പറയാം ഒരു സിംഗുലർ ആയിട്ടുള്ള നൗണിന്റെ മുന്നിൽ ഒരു ആർട്ടിക്കിൾ വരുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ദാറ്റ് റെപ്രസെന്റ് എ ഹോൾ തിങ്. അത് മുഴുവനും, ആ വർഗം മുഴുവനും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ദി ഡോഗ് എന്ന് പറയുമ്പോൾ
ഡോഗ് എന്ന് പറയുന്ന റേസ് ആണ്. ദ എലിഫന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദ എലിഫന്റ് എന്ന് പറയുന്ന എല്ലാ എലിഫന്റിന്റെ അകത്ത് വരും. അത് ഓർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നദികളുടെ പേര് പറയൂ. അവിടെ എല്ലായിടത്തും എപ്പോഴും നമ്മൾ ദി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഉപയോഗിക്കും. ദി ഗംഗ, ദ ബ്രഹ്മപുത്ര, ദി യമുന. ഇപ്പൊ നമുക്ക് പറയാം, ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ബിഫോർ ദ നെയിം ഓഫ് റിവേഴ്സ്. നദികളുടെ പേരിന്റെ മുന്നിൽ ആർട്ടിക്കിൾ ഉണ്ടാവും. അതുപോലെ മൗണ്ടൻ, പർവ്വതങ്ങളുടെ പേരിന്റെ മുന്നിൽ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരും. സീ, കടലിന്റെ പേരിന്റെ മുന്നിൽ ആർട്ടിക്കിൾ വരും. ഐലൻഡ്, ദ്വീപുകൾ, അതിന്റെ പേരിന്റെ മുന്നിൽ ആർട്ടിക്കിൾ വരും. ബേ, ഉൾക്കടൽ, ആ ഉൾക്കടലുകളുടെ പേരിന്റെ മുന്നിൽ ആർട്ടിക്കിൾ വരും. ഇപ്പൊ നമുക്കൊന്നുകൂടി പറയാം. നദികള്, മൗണ്ടൻസ് പർവ്വതങ്ങള്, സീ കടലുകള്, ഐലൻഡ് ദ്വീപുകള്, ബേ ഉൾക്കടലുകൾ. നമുക്ക് പറയാം ദ ഗംഗ, ദ ഹിമാലയ, ദി ആൻഡമാൻ നിക്കോബാർ, അല്ല ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാർ, ദ ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടൽ, ദ ബേ ഓഫ് ബംഗാൾ, ദ ഇന്ത്യൻ ഓഷ്യൻ, ദ പസഫിക് ഓഷ്യൻ. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. യെസ്. അപ്പോ നദികളുടെ പേരിന്റെ മുന്നില്, പർവ്വതങ്ങളുടെ പേരിന്റെ മുന്നില്, മൗണ്ടന്റെ പേരിന്റെ മുന്നില്, ഇവിടെ എല്ലാം നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ആർട്ടിക്കിൾ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കും. യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു സംഗതിയിലേക്ക് കിടക്കുകയാണ്. യെസ്, അത് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ആരാണ് കുറച്ച് ധൈര്യമുള്ള ഒരാളാണ് ഇതിനകത്തുള്ള? വോയിസ് റെഡി? ഐ ആം റെഡി എന്ന് പറയാനായിട്ട് ആരുമില്ലേ? അനു? ഓക്കെ, ഒരാൾ അനു. യെസ്, നിന്നോട്ടെ അവിടെ, ഞാൻ വിളിക്കാം. ഇനി അനുവിനൊരു കമ്പൈൻ ആയിട്ട് ഒരാൾ കൂടി വേണം. യെസ്, I am ready, sir. യെസ് അച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അച്ചു ഉണ്ട്, അതിനോടൊപ്പം തന്നെ അതിനുണ്ട്. യെസ്. അപ്പൊ നമ്മൾ ചെറിയൊരു ടാസ്ക്. യെസ്. അപ്പൊ നമ്മളിവിടെ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ അധ്യാപികമാര് ആണ്, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളുടെ കഴിവില് സർഗവാസനകളെ ഉണർത്താനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെറിയൊരു സംഗതിയാണ് ഞാനിവിടെ നിങ്ങളോട് പറയും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. യെസ്. അപ്പോ അനു, ജീവിതത്തില് ഏത് കലയോടാണ് താല്പര്യം? പല പല നാടകം, പാട്ട്, ഡാൻസ്, കഥാപ്രസംഗം, അങ്ങനെയൊക്കെ പലതുമില്ലേ? ഒരു മെന്റലി ഒരു അറ്റാച്ച്മെന്റ് തോന്നിയേക്കണ ഏതാണ്? ഡാൻസ്, മ്യൂസിക്, രണ്ടും. അതല്ലേ കലാപരമായിട്ട്? സർ, ഡാൻസ് ആൻഡ് മ്യൂസിക്. ഡാൻസ് ആൻഡ് മ്യൂസിക്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അച്ഛന് തോന്നിയിരിക്കുന്നതോ? നാടകം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നാടകം. എന്തുകൊണ്ടാണ് നാടകത്തിനോട് ഇഷ്ടം തോന്നാൻ കാരണം? വാട്ട് ഈസ് ദ റീസൺ? ഇതിന്റെ പിന്നിൽ വല്ല കാരണങ്ങളുണ്ടോ? നാടകക്കാരായ ആരെങ്കിലും വീട്ടിലുണ്ടോ? അല്ലെങ്കിൽ പണ്ടപ്പോഴെങ്കിലും നാടകം കളിച്ചിട്ട് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, നാടകം ഇഷ്ടമാ. ഞാൻ മലയാളം എടുത്തേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നാടകം കുറെ കോളേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടമാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, 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 വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മളിപ്പോ കുട്ടികളോട് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എഴുതില്ല. അപ്പൊ നമ്മളിവിടെ അതിന് വേറൊരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കും. അപ്പോ
അച്ചുവും അനുവും ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം മനസ്സുകൊണ്ട് ഇങ്ങോട്ട് പോരാട്ടോ ഓരോരുത്തരും. യെസ്. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് നിൽക്കുന്നു, നിങ്ങൾ തമ്മിൽ പരിചയമൊക്കെ ഉണ്ട്. നിങ്ങളുടെ മുന്നില് ഒരു പെട്ടി ഇരിപ്പുണ്ട്, 1 ബോക്സ് നിങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. അപ്പോ അത് തുറക്കണം എന്നുള്ളതാണ് അനുവിന്റെ അഭിപ്രായം. അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് അനുവിന്റെ അഭിപ്രായം. അച്ചുവിന്റെ അഭിപ്രായം എന്താണ്? അത് തുറക്കണ്ട എന്നുള്ളത്. അപ്പോ അത് തുറക്കാൻ എന്തെല്ലാം കാരണങ്ങൾ അനുവിന് പറയാൻ പറ്റുമോ? ദാറ്റ് യു ക്യാൻ സേ. അനുവിന് അത് പറയാം. എന്തുകൊണ്ട് അത് തുറക്കണ്ട എന്ന് പറയാനായിട്ട് എന്തെല്ലാം കാരണങ്ങൾ അച്ചുവിന് പറയാൻ പറ്റും, അത് പറയാം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ചെറിയൊരു ടാസ്കിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. യെസ്. അപ്പോൾ 1 ബോക്സ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ആ ബോക്സ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവും തുറക്കണ്ട എന്ന് പറയാൻ വേണ്ടി അച്ചു. അപ്പൊ അതിന് എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ പറയട്ടെ. ഇത് ഇനി ഇവിടെ നിന്നാണ് നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങൾ ആരും ഇതിനകത്ത് ഇടപെടുന്നതല്ല. നിങ്ങളുടെ കയ്യിലാണ് ഇനിയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. സർ, ഓരോരുത്തരും ഓരോരോ റീസൺ ആയിട്ടാണോ പറയണ്ടേ, അതോ ഹോൾ ആയിട്ട് ദ റീസൺസ് ആദ്യം പറഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ആൾ, അങ്ങനെയാണോ? അല്ല, ഇവിടെ അങ്ങനെ എല്ലാവരും പറയണ്ട. അച്ചു അനുവും മാത്രമേ ഉള്ളൂ. അനുവിന് വേണമെങ്കിൽ പറയാം, അച്ചു നമുക്ക് ഈ ബോക്സ് തുറന്ന് നോക്കണോട്ടോ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ എന്താന്ന് അറിയണ്ടേ. അപ്പൊ അച്ചുവിന് അപ്പം തന്നെ പറയാം, അത് തുറക്കാൻ പറ്റില്ല, നമ്മൾ ഈ ആവശ്യമില്ലാത്ത ബോക്സ് ഒക്കെ തുറന്ന് പണിയില്ലാതെ തുറക്കണ്ട, തുറക്കാൻ പറ്റില്ല. രണ്ടുപേരും തമ്മിലാണ് പറയുന്നത്. തുറക്കാനായിട്ട് അനുവിന് എന്ത് വഴിയും കാരണങ്ങൾ പറയും, ഇന്നിന്റെ കാരണങ്ങളോട് പറയാം. അതിന് ഓക്കെ ഓക്കെ, ജസ്റ്റ് ലൈക്ക് എ ഡിബേറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഗെറ്റ് റെഡി. യെസ് സർ. അച്ചു, യു ആർ റെഡി. അപ്പൊ അച്ചു ആണ് തുറക്കണ്ട എന്ന് പറയുന്നത്, അനു ആണ് തുറക്കാൻ പറയുന്നത്. അപ്പൊ എല്ലാവരും നിങ്ങൾ ശ്രദ്ധ വേണം ഇങ്ങോട്ട്, കാരണം ഇത് ആവശ്യം വരും പിന്നീട്. യെസ്. ഓക്കെ, യു സ്റ്റാർട്ട്. ഞങ്ങളൊക്കെ ഇനി പ്രേക്ഷകരാണ്. ഞങ്ങൾ ഇനി കംപ്ലീറ്റ് നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ്. വി ആർ ഓൺലി ദ ലിസണേഴ്സ്. ഓക്കെ. സർ, ഷാൽ ഐ? യെസ്, യു സ്റ്റാർട്ട്. Achu, let us open the box. I'm sure that there will be a surprise element in that box. ഞാൻ മലയാളത്തിൽ പറഞ്ഞോട്ടെ? പറഞ്ഞോ. യെസ്. അത് തുറക്കണ്ട. അത് ഇപ്പൊ നമ്മുടെ അല്ലെങ്കിൽ വേറെ ഉള്ളവരുടെ ആണെങ്കിൽ പിന്നെ നമ്മൾ തുറക്കുന്ന മോശമല്ലേ? നമുക്ക് തുറന്നാലല്ലേ അറിയാൻ പറ്റൂ അത് വേറെ ആരുടെയാണ്, അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമുക്കത് തുറന്നാലല്ലേ അറിയാൻ പറ്റൂ. അത് നമുക്ക് തുറക്കണ്ട. പിന്നെ അവര് വന്ന് അവര് കണ്ടാ പിന്നെ നമുക്കത് നമ്മുടെ മേത്തിരിക്കുകയല്ലേ പഴി മൊത്തം. നമ്മുടെ ചുറ്റും ആരും ഇല്ല, ആകെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് തുറന്ന് നമ്മൾ നോക്കുന്നത് കൊണ്ട് വേറെ ആരും നമ്മളെ നോക്കുന്നില്ലല്ലോ. മാത്രമല്ല അത് തുറന്നാലേ അതിനകത്ത് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആണോ അതോ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റൂ. ഹാംഫുൾ ആയിട്ടുള്ള വല്ലതും ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ വേണ്ട അതോറിറ്റീസിനെ അറിയിക്കാലോ. നമ്മളത് തുറന്നാലും അവരുടെ ഉടമസ്ഥൻ കണ്ടോണ്ട് വന്നാൽ നമ്മളെ കുറ്റം വെക്കുവേലേ. നിങ്ങളത് തുറക്കണ്ടായിരുന്നു, എന്തിനാ തുറന്നതെന്ന് ചോദിക്കുവേലേ. ഉടമസ്ഥൻ അത് ആവശ്യമുള്ള സാധനമാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഇങ്ങനെ റോട്ടിലിട്ടിട്ട് പോവില്ലല്ലോ. അവരത് കോഷ്യസ് ആയിട്ട് നോക്കേണ്ട ഒന്ന് തന്നെ ആയിരുന്നില്ലേ? അവരങ്ങനെ റോട്ടിലിട്ടിട്ട് പോയത് കൊണ്ടല്ലേ നമുക്ക് തുറക്കേണ്ടി വന്നത്. അവരിനി ആ റോഡിൽ കിടന്ന ആ സാധനം നമ്മള് തുറന്നാല് ആ സാധനം എവിടെയെന്ന് ചോദിച്ച് നമ്മുടെ പുറകെ വരുവേലേ. നമ്മൾ എടുത്തിട്ട് പോകണ്ട, ജസ്റ്റ് തുറന്നു നോക്കിയാൽ മാത്രം മതി അത് എന്താണെന്ന്. നമ്മൾ എടുത്തിട്ട് പോയാലല്ലേ നമ്മുടെ പുറകെ വരൂ. നമുക്കത് എടുത്തിട്ട് പോകണ്ട. അത് ഹാംഫുൾ ആണെങ്കിൽ നമുക്കത് പോലീസിനെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാരാണോ അവരെ അറിയിക്കാം. യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിലും നമുക്കത് വേണ്ടപ്പെട്ടവരാരാണോ അവർക്ക് ഇതാക്കാം. ഇത് ഇവിടെ തന്നെ വെച്ച് ബോംബോ മറ്റോ ആണെങ്കിൽ അത് പൊട്ടിയിട്ട് വേറെ ആൾക്കാർക്ക് അതൊരു ഹാംഫുൾ ആവുന്നതിനേക്കാളും നല്ലത് നമ്മളത് കണ്ടെത്തി അത് ശരിയാക്കുന്നതല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. വേറെ വല്ലതും അപകടകരമായ സാധനമാണെങ്കിൽ നമ്മളത് തുറന്ന്. അപകടകരമായതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ പോവാണെങ്കിലും നമ്മൾ രണ്ടുപേരുടെ ജീവനല്ലേ പോവോ? ഒരു ബസ്സോ മറ്റോ നിന്ന് ആ ബസ്സിലുള്ള അത്രയും ആൾക്കാർ ഇവിടെ നിന്ന് തുറക്കാൻ നിന്ന് അത്രയും ആൾക്കാരുടെ ജീവനല്ലേ പോവാ. നമുക്കത് തുറക്കണ്ട, നമുക്കത് മാറ്റിവെക്കാം. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കിത് നേരെ കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ മുന്നിൽ കൊണ്ടുപോയി നിന്ന് തുറന്നാലോ?
അവിടെ നമുക്ക് അത് ബോക്സ് തുറക്കണ്ട, അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് അവര് തരുന്ന നിർദ്ദേശം എന്താണോ അതനുസരിക്കാം. ഓക്കെ, ഏൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിലും അവരും നമ്മളെ വിശ്വസിക്കണമെന്നില്ലല്ലോ. നേരത്തെ അച്ചു പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു ഓണർ വന്ന് അത് കണ്ടാലും നമ്മളാണ് തുറന്നത് എന്ന് കരുതി നമ്മളെ പഴി പറയുന്നത് പോലെ നമ്മൾ ഏൽപ്പിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇല്ല, അത് നിങ്ങൾ തന്നെയാണ് ഇതിന്റെ ആൾക്കാർ, നിങ്ങൾ എന്നിട്ട് അറിയാത്ത പോലെ കൊണ്ടുവന്ന് തരാണെന്ന് പറഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മേൽ ആ പഴി വന്നാലോ? അപ്പൊ അത് തുറന്ന് അത് എന്താണെന്ന് നോക്കിയിട്ട് അത് അവിടെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്? പക്ഷെ അത് ചെയ്യുന്നത് മോശമാണ്. തുറക്കുന്നത് മറ്റൊരാളുടെ സാധനം നമ്മൾ ആരുടെയും വീട്ടിൽ കയറിയിട്ട് അത് മോഷ്ടിച്ചിട്ട് തുറക്കുന്നല്ലോ, റോട്ടിൽ കിടക്കുന്ന ഒരു പെട്ടി തന്നെയല്ലേ. മോഷ്ടിച്ചെന്നല്ല പറയുന്നേ, നമ്മുടെ ഇപ്പൊ ഒരു സാധനം കണ്ടാൽ തുറന്നാലും നമുക്ക് ഏതൊക്കെയാലും കുറ്റം വരും, അയാള് കണ്ടിട്ട് വന്നാലും. പിന്നെ ഇവിടെ ആരുമില്ല, ഈ ഡിസ്കസ് ചെയ്യുന്ന നേരം നമുക്കത് തുറക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അത് റോഡിൽ കൊണ്ട് വെച്ചേക്കുവാ സാധനം. അതെ, അപ്പൊ അത് ഹാംഫുൾ ആയതുകൊണ്ടായിരിക്കില്ലേ അവർക്കത് വേണ്ടാന്നുള്ളത് കൊണ്ടായിരിക്കില്ലേ അവര് റോട്ടിൽ കൊണ്ട് വെച്ചേക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ അവരത് എന്തായാലും എടുത്തിട്ടുണ്ടാവും. സോ ഇറ്റ് മസ്റ്റ് ബി എ ഹാംഫുൾ. ഒന്നുകിൽ വേറെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി വെച്ചൊരു സാധനമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്ന് കരുതി അവർ ഉപേക്ഷിച്ച ഒരു സാധനമായിരിക്കാം. റോട്ടിൽ ഒരു സാധനം കിടക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും റീസൺ ആവാനും ചാൻസ് ഉണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ ആ സാധനം റോഡിൽ ഇരിക്കുവാണല്ലോ, അപ്പൊ നമ്മുടെ രണ്ടുപേരും കണ്ട ആ ബോക്സിന്റെ അടുത്ത് പോയി തുറന്നാലും അത് ഉടമസ്ഥ അന്വേഷിച്ചു വരും, അയ്യോ എന്റെ ബോക്സ് റോഡിൽ ഇരിക്കുവാണല്ലോ. അപ്പൊ നമ്മൾ അത് ഉടമസ്ഥന് കൊടുക്കും. അവരുടെ നിർദ്ദേശപ്രകാരം അവര് തുറന്നോട്ടെ. അതിന് ആരെ ഉടമസ്ഥൻ അറിയണ്ടേ? അന്വേഷിച്ച് വന്നാലല്ലേ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അച്ചു പറയുന്നത് പോലെ അത് വേറെ ഏതോ ഒരാള് മറന്നു വെച്ച ഒരു ഒബ്ജക്റ്റ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അത് ആരുടെ ആണ് ആ ഒബ്ജക്റ്റ് എന്ന് അറിയണമെങ്കിൽ നമ്മളത് തുറന്നു നോക്കിയാലേ അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് ആ വ്യക്തിക്ക് ആ ഒബ്ജക്റ്റ് കൈമാറാനായിട്ട് പറ്റൂ. തുറക്കാതെ നമുക്ക് എങ്ങനെ ആ ഒബ്ജക്റ്റ് ഒരാളെ ഏൽപ്പിക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. മതിയോ സാർ? സാർ ഞങ്ങൾ അടിയാവണം എന്നാണോ ഉദ്ദേശിച്ചത്? വെരി ഗുഡ് അച്ചു, വെരി ഗുഡ് അനു. കണ്ടു കഴിഞ്ഞപ്പോ ഞാനാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഇതിന്റെ മനസ്സിൽ കേട്ട് കഴിഞ്ഞപ്പോ ഒരു ഐഡിയ വന്നു. അടുത്ത റൗണ്ടിൽ ഞാൻ നിൽക്കാമെന്ന അഭിപ്രായമുള്ള ആരെങ്കിലും വന്നോളൂ. യെസ്, ഇത് നിങ്ങൾ അങ്ങനെ താഴോട്ട് പോവാ, ടെൻഷനും ഇതൊക്കെ വിട്ടുകളാ. യെസ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. യെസ്, ആരാണ് റെഡി? ഇതിപ്പോ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ഡെമോ ഇട്ടതാണ് ആദ്യം. ഹു ഈസ് റെഡി? യെസ്, നാണിക്കാതെ മടിക്കാതെ. എവിടെ? റെഡിയല്ല ആരും? യെസ്, ഞാനിവിടെ ഇത് സൂചിപ്പിച്ചത് ഇങ്ങനെ ചെയ്യിപ്പിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയാതെ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ജനിച്ചു. ഈ രണ്ടുപേര് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ക്ലാസ്സിൽ ചെല്ലുന്നു, ഇതേപോലെ രണ്ട് കുട്ടികളെ വിളിച്ചു നിർത്തുന്നു. അത് നടുക്കിൽ വന്ന് നിർത്തിയിട്ട്, എടാ മോനെ നിന്റെ മുന്നിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, നീ അത് തുറക്കാനായിട്ടുള്ള കാരണങ്ങൾ പറയാം. അപ്പൊ അച്ഛന് കുറച്ചുകൂടി കാരണം അച്ഛൻ എപ്പോഴും ആ ഒരു ഒറ്റ സ്ഥലത്ത് നിൽക്കിയിരുന്നു. അവിടുന്ന് ഇത് ബോംബാണെങ്കിൽ അത് പൊട്ടും. അപ്പോ ഇത് ഉടമസ്ഥം വരട്ടെ എന്നുള്ളത് ഒരു പോയിന്റ് പറഞ്ഞു. പിന്നെ അവിടെ നിന്നും അടുത്ത അത് ഇന്ന കാരണം, അത് ഇങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ കുറച്ചുകൂടി അതിനും കുറച്ചുകൂടി കുറെ കാരണങ്ങൾ പറയണ്ടേ തുറക്കാനായിട്ടുള്ള കാരണങ്ങൾ. യെസ്, അച്ചു ആ ഉടമസ്ഥനിൽ മാത്രം അവിടെ ഒതുങ്ങിപ്പോയി. ഉടമസ്ഥനും വിട്ടിട്ട് അത് കയറി പോവായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, അത് ആദ്യത്തെ സംഭവം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ അറിയാണ്ട് ഒരു സ്ക്രിപ്റ്റ് ജനിച്ചു. യെസ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? രണ്ട് കുട്ടികളെ വന്ന് കൊണ്ടുവന്ന് നടുക്കൊണ്ടു നിർത്തുന്നു, അവരോട് ഇങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുന്നു. യെസ്, അപ്പൊ അത് എഴുതി കഴിയുമ്പോൾ അതൊരു സ്ക്രിപ്റ്റായി. അവരുടെ ഉള്ളിലുള്ളൊരു ഭാവന. അല്ലാതെ അവരോടൊരു സംഗതി എഴുതാൻ പറഞ്ഞാൽ അവരെഴുതില്ല. എനിക്ക് എഴുതാൻ അറിയാൻ പാടില്ല എന്ന് പറയുള്ളൂ. നേരെ മറിച്ച് ഇങ്ങനൊരു ഇൻസിഡന്റ് ആദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അതൊന്ന് എഴുതിയാലോ. യെസ്, അപ്പൊ ഒരു പക്ഷെ ഭാവിയിൽ ഉള്ള ഒരു ഷാഫി മെക്കാർട്ടിനോ ലാൽ ജോസോ
രണ്ടുപേരായിട്ടുള്ള എഴുത്തുകാരില്ലേ, അനിൽ ബാബുവോ, അവരായിരിക്കാം ഇത് ഈ രണ്ടുപേരായിട്ട് മാറുന്നത്. യെസ്. അപ്പൊ അത് ഒരു ടെക്നിക്ക് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ്. അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ഇനി ആരാണ് റെഡി ആയിട്ട് വരാൻ? ഞാൻ റെഡിയാണ് സാർ. ഓക്കെ, ഷീന റെഡിയാണ്. ഒരാൾ കൂടി വാ. യെസ്, എന്റെ മക്കളെ നിങ്ങൾ ഭാവിയിലെ ടീച്ചർമാരാണ്. യെസ്, നിങ്ങളെ കുറിച്ച് ഇതൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ വീട്ടിൽ ചെന്ന് ഓരോ കുട്ടികൾ നിങ്ങളെ കുറിച്ച് പറയാം. ഇന്ന് ഷീന ടീച്ചർ അപ്പൊ അവസാനം ലാസ്റ്റ് ആ കുട്ടി നീ വന്നപ്പോ തുടങ്ങി പറയുന്ന ടീച്ചറിനെ കുറിച്ച് എന്ന് പറയണം. യെസ്, അവരുടെ പാഠപുസ്തകങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, അവരെ നമുക്ക് ക്രിയേറ്റിവിറ്റിയോട് കൊണ്ടുവരാം. യെസ്. അപ്പൊ ഷീന ടീച്ചർക്ക് ഒരു കമ്പനി കൊടുക്കാനുള്ള അറിയേണ്ടത് ഞാൻ വരാം സർ. യെസ്. അപ്പൊ അലീൻസ ഇത് തന്നെ വേണോ അല്ലെങ്കിൽ മാറ്റി വേണോ? മാറ്റി തരുന്നതായിരിക്കും നല്ലത്. യെസ്, മാറ്റി തരുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാളെ കൂടി വരാം. ഒരാൾ കൂടി വാ. യെസ്, ആരാണ് അടുത്താണ്? ഉള്ളിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജോസ്മി, ആർ യു റെഡി? Yes, sir. അപ്പൊ ജോസ്മി റെഡിയാണ്. 3 പേരെ. ഒരാൾ കൂടി പോരെ. യെസ്, ഒരാൾ കൂടി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നയനയുണ്ട്, പിന്നെ ആരാണ്? ജോസ്മി ഉണ്ട്, പിന്നെ ആരാണ്? ലീസ, ഷീന, അലീസ, ഷീന. അലീസ ഉണ്ട്, പിന്നെ ഷീനയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഓക്കെ ഓക്കെ. അപ്പോ ഞാനൊരു ചെറിയൊരു ഇത് പറയണം. നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ കുറെ കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യിക്കാം. ഓൺലൈൻ ആയതുകൊണ്ടുള്ള പരിമിതി അതിനകത്ത്. യെസ്. അപ്പൊ ഷീന ഒരു ബസ് സ്റ്റോപ്പിലെത്തി. സപ്പോസ് ഇനി ഒരു ബസ് കൂടെ വരാനുള്ളൂ. ആ ഒരു ബസ്സിൽ ഒരാൾക്ക് കയറാൻ പറ്റും. യെസ്. അപ്പൊ അതിനകത്ത് കയറി പോകണമെന്നാണ് ഷീനയുടെ ആഗ്രഹം. അതിനോട് വെയിറ്റ് ചെയ്യും. ഒരു സീറ്റും കൂടി ഒളിഞ്ഞു കളിക്കും. സ്റ്റാൻഡിങ് ഈ സിറ്റിങ്ങിനായിട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ബസ് കൂടി ഉള്ളു. ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ്. അപ്പൊ അങ്ങോട്ട് ആര് വരുന്നു? അലീസ വരുന്നു. അപ്പൊ അലീസക്ക് അറിയാം ഈ വരുന്ന ബസ്സിൽ ഒരു സീറ്റേ ഉള്ളൂ. ആ ഒരു സീറ്റിലേക്ക് 2 പേര് നിന്ന് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല ഒരു പക്ഷെ. അപ്പോ ഷീനയെ ഇവിടുന്ന് പറഞ്ഞു വിടണം. യെസ്. അപ്പൊ ഷീനയെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് എന്തു വേണമെങ്കിലും ആർക്ക് പറയാം? അലീസക്ക് പറയാം. ഉദ്ദേശം ഇതാണ്, ഷീനയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടെങ്കിൽ മാത്രമേ ബസ് വരുമ്പോൾ ഒരാളുണ്ടാവുള്ളൂ. അലീസക്ക് എല്ലാവരും കയറി പോകാം. യെസ്, നിങ്ങളുടെ സമയം ആരംഭിക്കുകയാണ്. അപ്പോ അലീസ പറയുന്ന കാര്യം ഷീനക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ അതിന് കൗണ്ടറായിട്ട് പറയുകയും ചെയ്യാം. യെസ്, അത് നിങ്ങളുടെ മനോധർമ്മത്തിന് വിട്ടു തന്നേക്കാം. യെസ്, ബാക്കിയുള്ളവരുടെ റോഡ് ഞാൻ പറയാട്ടോ, അത് നിങ്ങൾ പോകട്ടെ. യെസ്. അപ്പൊ ടൈം സ്റ്റാർട്ട് ആവും. ഷീന ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അലീസ തുടക്കമൊക്കെ അങ്ങനെ ആക്കിക്കോ. ബസ് നിൽക്കാണല്ലേ, ഏത് ബസ്? പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ ഇഷ്ടമാണ്. യെസ്, നിങ്ങൾ വളരെ നാടകീയമായിട്ട് ആരംഭിച്ചാണ്. യെസ്, ഞങ്ങൾ എത്തിരി പ്രേക്ഷകർ. ഓക്കെ, ഷീന ചേച്ചി തുടങ്ങിയാലോ? ഓക്കെ, തുടങ്ങാം. ചേച്ചി എങ്ങോട്ട് പോവാ? ഞാന് ഇവിടെ എറണാകുളം വരെ ഒന്ന് പോകും. അതെയോ? ഇവിടെ എവിടെ വന്നതാണ്? ഞാനിവിടെ ഒരു ബുക്ക് സ്റ്റോളിൽ ഒരു ബുക്ക് വാങ്ങിക്കാൻ വന്നതാ. അതെയോ? എറണാകുളത്താണോ വീട്? അതെ, എറണാകുളം. ഓക്കെ. വേറെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് എന്റെ വീട്ടില് ഹസ്ബൻഡ്, 2 കുട്ടികള്. മക്കളൊക്കെ എന്നാ ചെയ്യുന്നു? മക്കള് മൂത്തയാള് ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇളയാള് 8th പഠിക്കുന്നു. അതെല്ലേ. ഇപ്പൊ ബസ് നോക്കി നിക്കണം. ഏത് ബസ്സിനാ പോകുന്നേ? ഇപ്പൊ ലാസ്റ്റ് ഒരു ബസ് ഉണ്ട്. ആ ബസ്സിന്
മരിയ എന്ന് പറഞ്ഞ മരിയ ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ബസ്സാണ്. ഇപ്പൊ തന്നെ വരും. നേരത്തെ ബുക്ക് ചെയ്തതാണോ അതോ വഴിക്ക് വെച്ച് കേറുന്നതാണോ? വഴിക്ക് വെച്ച് കയറുന്നതാണ്. അപ്പൊ അതില് ഇനി ഒരു സീറ്റും കൂടെ ഉള്ളൂ. എന്റെ ഒരു കൂട്ടുകാരി അതിലുണ്ട്. ഒരു സീറ്റും കൂടെ ഉള്ളൂ. ഓക്കെ. അതെല്ലേ. പക്ഷെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അത് നേരത്തെ ബുക്ക് ചെയ്യേണ്ട ബസ്സായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. കാരണം ഞാൻ അതിനകത്ത് ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പൊ അതിനകത്ത് രണ്ടുപേർക്ക് കയറാൻ പറ്റുമോ? ആ ബുക്ക് അവള് നേരെ എന്റെ ബുക്ക് ചെയ്തായിരുന്നു. അവളുടെ തൊട്ടടുത്തുള്ള സീറ്റാണ് എനിക്ക്. അപ്പൊ ബുക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ ഞാൻ പോകാൻ നിൽക്കുക. അതെല്ലേ. പക്ഷെ എന്നോടും അവര് വിളിച്ചിട്ട് പറഞ്ഞു ഒരു സീറ്റും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ എന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചായിരുന്നു, സീറ്റ് ബുക്കാണെന്നും പറഞ്ഞ്. അതെയോ? അതെനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണ് ഇപ്പൊ അവളുണ്ട്. ഇപ്പോഴും ഞാൻ അവളെ വിളിച്ചിട്ട് നിൽക്കുവാണ്. അവള് പറഞ്ഞു ഇപ്പൊ ബസ് എത്താറായിട്ടുണ്ട്. ഓക്കെ. അലീസ എവിടെ പോവാ? അല്ല, സോറി, അതെ, അലീസ. എറണാകുളത്തേക്കായിരുന്നു. കാർഡ് കണ്ടാണ് ഞാൻ ചോദിച്ചത്. അലീസ പോവാ? ഞാനും എറണാകുളത്തേക്കായിരുന്നു. എന്റെ വീട് അവിടെയായിരുന്നേ. അപ്പൊ ഞാനും അങ്ങോട്ട് എറണാകുളം എവിടെയാ? എറണാകുളം തിരുവാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താ. ഓക്കെ. അപ്പൊ ആ വഴിക്ക് പോകുന്ന ഒരു ബസ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മരിയ ട്രാവൽസിനെ വിളിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞത് ഒരു സീറ്റും കൂടി ഉണ്ട്, അപ്പൊ അതിനകത്ത് കേറാം എന്നായിരിക്കും എന്റെ അടുത്ത് പറഞ്ഞത്. അയ്യോ, ഇത് ഓൾറെഡി ബുക്ക്ഡ് ആണ്. ആലീസ എന്ന ഓട്ടോ വല്ലതും വിളിച്ചു പോയിക്കോന്ന്. ഞാൻ ഇപ്പൊ ഒരു സീറ്റേ ഉള്ളൂ ഇപ്പൊ അവള് വിളിച്ചു പറഞ്ഞു. ഒരു ഓട്ടോ വിളിച്ചു പോകണ്ട, അത്രയും ദൂരം ഓട്ടോ വിളിച്ചു പോകുന്നതാണ്. ഓൾറെഡി ഞാൻ പേ ചെയ്തതാണല്ലോ ബസ്സിലെ. അപ്പൊ ചിലപ്പോ എനിക്ക് തോന്നുന്നേ ഒന്നെങ്കിൽ ചിലപ്പോ ഈ സ്റ്റോപ്പിൽ ആരെങ്കിലും ഇറങ്ങുമായിരിക്കും, അന്നേരമായിരിക്കും 2 സീറ്റ് ചിലപ്പോ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. കാരണം എന്നോടും ഈ സ്റ്റോപ്പിൽ നിന്നാണ് കയറാൻ പറഞ്ഞത്. അവൾ എന്നെ ഇച്ചിരി മുമ്പും വിളിച്ചു. ഇപ്പൊ എത്താറായിട്ടുണ്ട്. ഇനി അരമണിക്കൂറും കൂടെ ഉള്ളൂ. അത് ഇപ്പൊ തന്നെ എന്റെ സീറ്റ് എങ്ങാനും മറിച്ചു തന്നതാണോ ഇനി അവര്, കൂട്ടുകാരി ബസ്സിലുള്ളത് കൊണ്ട്? വഴിയില്ല ഇവിടെ, അങ്ങനെ ചെയ്യാൻ വഴിയില്ല. അവിടെ സ്ഥിരം വരുന്നതാണ് ബസ്സിനെ. അതാ ഞാൻ പറഞ്ഞത്, സ്ഥിരം വരുന്നത് കൊണ്ട് ബസ്സുകാരായിട്ട് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ഇനിയിപ്പോ എങ്ങാനും അങ്ങനെ എന്തെങ്കിലും ഇത് ചെയ്തതാണോ അതൊന്ന് കൺഫേം ചെയ്യിക്കാവോ കൂട്ടുകാരിനെ വിളിച്ച്? കാരണം നമ്മൾ രണ്ടുപേരും അത്യാവശ്യക്കാരാണ്. അല്ല, ജോസ്മി കയറി വന്നോളൂ. ഇപ്പൊ ജോസ്മിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരോട് പറഞ്ഞു കൊള്ളാം. ജോസ്മിക്ക് വേണമെങ്കിൽ പുതിയൊരു നുണയായിട്ട് വരാം. എന്തോ ഞാന് ഇവരുടെ ഒപ്പം തന്നെ ബസ് കയറാനായിട്ട് വരുമല്ലേ? ബസ് കയറാൻ വേണ്ടി പറയാണ്. ഇവിടെ വന്നപ്പോ രണ്ടുപേരുണ്ട്. ഇവര് രണ്ടുപേരും പോയിട്ടില്ല. ഷീനനെ പറഞ്ഞു വിടാൻ പറ്റിയിട്ട് അലീസക്ക് പറഞ്ഞു വിടാൻ പറ്റിയില്ല. അപ്പൊ ഇനിയിപ്പോ ജോസ്മിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് ഇവര് പറയാത്ത എന്ത് നുണ പറയാട്ടോ. കൺവിൻസിങ്. യെസ്, പറഞ്ഞോളൂ. വളരെ പ്രശ്നമാണ്. രണ്ടുപേരും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. വളരെ യാദൃശ്യമായിട്ട് ജോസ്മി അവിടെ വരുന്നു. ഒരു കൺവിൻസിങ് ആയ ഒരു സംഗതി പറയണം. യെസ്, ഓക്കെ. അതൊക്കെ ഞങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നണം ഓക്കെ അത് വിശ്വസനീയമാണല്ലോ എന്നൊക്കെ തോന്നണം. യെസ്, ഞാൻ അങ്ങനെ പതിയെ ഇങ്ങനെ നടന്നു വരുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ബസ് സ്റ്റോപ്പിലേക്ക് എത്താറാവുന്നതിന് തൊട്ട് മുന്നേ ഞാന് രണ്ടുപേരെ കണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിലെത്തി. അപ്പൊ ഞാന് ഇവരെ കണ്ടു. ആദ്യം തന്നെ അലീസോട് ഞാൻ ചോദിക്കുകയാണ് അവര് രണ്ടുപേരും ബസ് സ്റ്റോപ്പിലുണ്ട്. ചോദിച്ചു, അവരോട് നേരിട്ട് ചോദിച്ചു. അലീസയും ബസ് സ്റ്റോപ്പിലുണ്ട്. ബസ് പോയോ? എന്തോ ബസ് പോയോ? ബസ് പോയില്ല. ബസ് ഇതുവരെ വന്നില്ല. ചിലപ്പോ ഇനിയിപ്പോ ഇന്ന് വരുമോന്ന് അറിയില്ല. കാരണം ഇത്രയും ടൈം ആയപ്പോ ഇനിയിപ്പോ വരുമോന്ന് അറിയില്ല. ബസ് ഇപ്പൊ വരേണ്ട ടൈം ആയിട്ടുണ്ട്. ഞാൻ ഡെയിലി ബസ്സിലാണ് പോവാറ്. നിങ്ങൾക്ക് എവിടേക്കാണ് പോണ്ടത്? എറണാകുളാ പോകുന്നേ. അതെല്ലേ. എന്താ ഇയാളുടെ പേര്? പേര് അലീസി. ചേച്ചിയുടെ പേരെന്താ? ഇപ്പുറത്ത് നിൽക്കുന്ന ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ഷീന. എന്റെ കൂട്ടുകാരി ബസ്സിലുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ വരുമെന്നാ പറഞ്ഞത്. ഇനിയിപ്പൊ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും സ്ട്രൈക്ക് ആയോ, എന്തോ ടയറെങ്കിലും പഞ്ചർ ആയോ എന്ന് അറിയത്തില്ല. ഇപ്പൊ എത്താറായില്ല. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല, റേഞ്ച് ഇല്ല. നിങ്ങളുടെ വീട് എവിടെയാ? ചേച്ചിയുടെ വീട് എവിടെയാ? എന്റെ വീട് ഇവിടെ ഏലൂരാണ്, ഉദ്യോഗമണ്ഡല്. അവിടെ എന്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുവാണ്. ഞാൻ ഇവിടം വരെ ഒരു ബുക്ക് വാങ്ങിക്കാൻ വന്നതാണ്.
ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. എങ്കിൽ പിന്നെ ഷീന ചേച്ചി അന്ന് ഹസ്ബൻഡിനോട് തരാൻ പറ, അതല്ലേ എളുപ്പം. അതാകുമ്പോ എനിക്കൊരു സീറ്റും കിട്ടും, ചേച്ചിക്ക് ഫ്രീ ആയിട്ട് പോവുകയും ചെയ്യാലോ. ഇവിടുന്ന് കുറച്ചല്ലേ പോകണ്ടു. ഇല്ല, ഇവിടുന്ന് ഇന്ന് ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടി ഇന്ന് ഇപ്പൊ നേരത്തെ കയറണവേ. അപ്പൊ പോയിരിക്കുവാണ്, ഡ്യൂട്ടിക്ക് കയറി. ചേച്ചി ഞാൻ പറയുന്ന കേക്ക്, കുറച്ചങ്ങോട്ട് ദൂരെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു സെന്റർ ഉണ്ട്, അവിടുന്ന് വേറെ ബസ്സുകൾ കിട്ടും. ഇവിടുന്ന് എന്തായാലും തിരക്കായിരിക്കും. ഞാൻ ഡെയിലി പോകുന്നത് ഈ ബസ്സിലാണേ. അപ്പോ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഏതാ ബസ്, അതിന്റെ ടൈമിങ്ങും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇതിൽ ഡെയിലി കയറുന്ന ആളാണ്. അപ്പൊ എന്തായാലും ഇതിൽ കയറാൻ പറ്റില്ല ചേച്ചി, നിങ്ങൾക്ക് നല്ല തിരക്കായിരിക്കും ബസ്സിൽ. ഞാൻ ആളായി കാരണം എന്നെ എന്തായാലും കയറ്റാതെ ഇരിക്കില്ല. ഞാൻ സ്ഥിരമായിട്ട് ഇതിലാണ് രാവിലെയും വൈകിട്ടും പോകുന്നത്. അപ്പൊ ഹസ്ബൻഡിനോട് വരാൻ പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇവിടെ ഈ സെന്ററിൽ 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ സെന്ററായി. ആ സെന്ററിൽ നിന്ന് എന്തായാലും വേറെ ബസ് കിട്ടും. അപ്പൊ കുറച്ചും കൂടി എളുപ്പം ടൗണിലേക്ക് പോകാനായിട്ട് സാധിക്കും. പേരെങ്ങനെയാ? എന്റെ പേര് ജോസ്മി എന്നാണ്. ജോസ്മിയുടെ വീട് എവിടെയാണ്? എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെയാണ് എന്റെ വീട്. ഇവിടെ പള്ളി കഴിഞ്ഞിട്ടാണ്. ജോസ്മിക്ക് വേറെ ഈ ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ വല്ല ബസ്സിൽ പോകണോ? ഇല്ല, എനിക്ക് ജോലി സ്ഥലത്തേക്ക് ടൈമിങ്ങിൽ എത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ ഈ ബസ്സിൽ തന്നെ കേറണത് സ്ഥിരമായിട്ട്. അത് അവർക്ക് അറിയാം, ഡ്രൈവർക്കും കണ്ടക്ടർക്കും അറിയാം. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇതില് തന്നെ കേറുന്നത്. അപ്പൊ നമ്മള് 3 പേരായി, നമുക്ക് 3 പേർക്ക് ഏതൊക്കെയാലും കയറാൻ പറ്റും. ഒരാളുടെ സീറ്റ് എന്നാണ് പറഞ്ഞത്. കേറുന്നേ, അപ്പൊ അത് എനിക്ക് അപ്പൊ നയന, ഇപ്പൊ ഇവിടെ 3 പേരുണ്ട്, 3 പേരും പോയിട്ടില്ല. ഇവിടെ 3 പേരും ഇവിടെ നിന്ന് ഓടിക്കണം. യെസ്, അപ്പോ നയനക്ക് എന്തുകൊണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇനി നയന കഴിഞ്ഞ് നമ്മുടെ 4 പേരായി. ഇനി ആർക്കെങ്കിലും മനസ്സിൽ ആഗ്രഹം വരണ്ട. അപ്പൊ നയനെ കൂടി ചിലപ്പോൾ ഓടിക്കേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. യെസ്, കൺവിൻസിങ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് വരാം. ഓക്കെ നയന, കണ്ടിന്യൂ. അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്. ഹായ്, ഹലോ, എന്റെ പേര് നയന. നിങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? അതെ അതെ മറിയ ബസ്സാണോ? അതെ അതെ. ഞാനും ആ ബസ്സിനാണ്. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ വരുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാരും ബുക്ക് ചെയ്തതാണോ? അതെ, ഞാൻ ബുക്ക് ചെയ്യുന്നതാണ്. എന്റെ ഇതിലുണ്ട്, പുള്ളിക്കാര് ബുക്ക് ചെയ്തിരുന്നാ പറഞ്ഞത്. ഞാൻ ഡെയിലി ബസ്സിലാണ് പോകുന്നത്, കാരണം എനിക്ക് ഇതിൽ തന്നെ എന്തായാലും കയറിയേ പറ്റൂ. നല്ല തിരക്കുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് കയറാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോ അവര് കേട്ടില്ലായിരിക്കും, തിരക്കാണെങ്കിൽ. സീറ്റ് കുറവല്ലേ, പിന്നെ പടിയിലെല്ലാം നിന്ന് പോകണ്ടേ. അപ്പൊ അതിനെന്തായാലും നിങ്ങൾക്ക് പറ്റില്ലല്ലോ. സീറ്റ് കുറവാണെന്ന് ഞാനും അറിഞ്ഞു. പക്ഷെ ഇത്രയും പേരെ അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം ഞാനിപ്പോ ഈ ഒരു ക്രൗഡ് കണ്ടിട്ട്, എന്റെ ബ്രദറാണ് അതിൽ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പുള്ളിയെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ എന്തായാലും ഒരു സീറ്റേ ഉള്ളൂ. ഞാൻ അതിൽ ബുക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇത്രയും പേര് അതിൽ എന്തായാലും കയറാൻ ചാൻസ് ഇല്ല. ഞാൻ 2 ദിവസം മുന്നേ ബുക്ക് ചെയ്തതാ. അപ്പൊ അവര് ബുക്ക് ചെയ്തതനുസരിച്ചല്ലേ കേട്ടത്തുള്ളൂ. ബ്രദറിനോട് ഞാൻ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. അപ്പൊ പുള്ളിയാ പറഞ്ഞ അതിൽ സീറ്റ് ഇല്ല, ഒരു സീറ്റേ ഉള്ളൂ. ഒരാൾക്ക് ഇനി എന്തായാലും ഈ ഒരു സ്റ്റോപ്പിന് കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ 2 ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രയോറിറ്റി അനുസരിച്ച് കയറ്റാൻ സാധ്യതയുള്ളൂ. ഞാൻ എന്തായാലും ഈ ബസ്സിൽ, നിങ്ങൾക്ക് കയറാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. നിങ്ങൾ വേറെ ബസ് പിടിച്ച് പോകുന്നതായിരിക്കും നല്ലത്. എനിക്ക് എന്തായാലും ഇതിൽ തന്നെ പോയേ പറ്റൂ. ഡെയിലി സെയിം ട്രാവൽസിന്റെ അല്ല, സെയിം ട്രാവൽസിന്റെ തന്നെ അടുത്ത ഒരു അരമണിക്കൂറിനപ്പുറത്ത് വേറെ ബസ് വരുന്നുണ്ടെന്ന് അനിയൻ ഇതുപോലെ പറഞ്ഞായിരുന്നു. സോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് റഷ് കൂട്ടുന്നതിനേക്കാളും അതിന് കയറുന്നതായിരിക്കുമല്ലോ നല്ലത്. അത് പഠിക്കുന്ന ടൈം തൊട്ട് ഈ ബസ്സിലാണ് ഡെയിലി പോകുന്നത്. അപ്പൊ അത് കാരണം എനിക്ക് ഇതിൽ തന്നെ എന്തായാലും പോയേ പറ്റൂ. ഞാൻ സ്ഥിരം കേറുന്ന ഒരാളാണ് ഈ ബസ്സില്. അപ്പൊ ബസ്സിലുള്ളവർക്ക് അറിയാം. നമുക്ക് എന്തായാലും പക്ഷെ നമുക്ക് ബുക്ക് ചെയ്തതിന്റെ പ്രയോറിറ്റി അനുസരിച്ചല്ലേ സീറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ ശരി ശരി. ഇനി ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ട്? കൺവിൻസിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും നുണയുമായിട്ട് വരാൻ താല്പര്യമുണ്ട്? സേതു, ആർ യു റെഡി? ഇപ്പൊ തന്നെ ഇതില് നല്ല സംസാരങ്ങളെല്ലാം ഞാനും കൂടി എന്താ പറയുക എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി.
കൂട്ടുകാരി ഉള്ളത് കൊണ്ട് ആ ഒരു കള്ളം പറയാൻ പറ്റില്ല. അതാണ്. ബ്രേക്ക് ഡൗൺ ആയെന്നോ ആക്സിഡന്റ് ആയെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ഇവര് രണ്ടുപേരെ കൊണ്ടുവന്നത് കൊണ്ട് അതിനകത്ത് രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ആ കള്ളം പറയാൻ പറ്റില്ല അതിനകത്ത്. യെസ്, ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. യെസ്, ഓക്കെ, യെസ്. അപ്പൊ ഞാനത് വിചാരിച്ചിട്ടോ, ഓക്കെ സേതു, ഞാനത് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രേക്ക് ഡൗൺ ആയ കേസ് പറയാം, ഇന്ന് ആ വണ്ടി ഇല്ല എന്ന് പറയാം. അതുമല്ല എങ്കിൽ ഒരു ഇൻസിഡന്റ്, ഒരു റീച്ച് കിട്ടാൻ വേണ്ടി പെൺകുട്ടി ചെയ്ത ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് ഇന്ന് മിന്നൽപ്പടി മുടക്കാന്ന് പറയാം. യെസ്. പിന്നെ ഇതിന്റെ അകത്ത് ഞാൻ ഉദ്ദേശിച്ചത് വിട്ടുപോയൊരു കേസ്, അതിന്റെ അകത്ത് ഒരു സീറ്റ് ഉള്ളുന്ന കാര്യം ഷീനക്കറിയാം, പക്ഷേ അത് അലീനക്കറിയാം. പക്ഷെ ഇത് രണ്ടുപേരും അങ്ങനെ അത് പറയുന്നില്ല. കാരണം ഓടിക്കുക, മറ്റേ ഇവിടുന്ന് പറഞ്ഞു വിടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നോക്കിയേ, ഇവിടെ ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള 4 പേരുടെ ഡയലോഗ് വന്നു ഇല്ലേ? യെസ്. അപ്പോ 4 പേര് ഇവിടെ നയനയും ജോസ്മിയും അലീഷയും ഷീനയും പറഞ്ഞു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മളൊന്ന് എഴുതിയെടുക്കുകയാണ്. യെസ്, ഇതൊന്ന് എഴുതിയെടുത്തിട്ട് ഇത് കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യണതല്ല, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് നമ്മളൊന്ന് എഴുതിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് അവതരിപ്പിക്കണം. അപ്പൊ പിന്നെ ഇവര് പഠിക്കേണ്ട കാര്യമില്ല. ഇത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന സംഗതിയാണ്, ഇന്റേണൽ ഇതായിട്ട് വരുന്ന സംഗതിയാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെതായ ബുദ്ധിമുട്ട് ഇത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാലും ഞാൻ നമുക്ക് വേറെ അടുത്ത ഒരു സംഗതി പറയണം. നിങ്ങൾ കുട്ടികളോടൊക്കെ അവിടെ നേരത്തെ ഇരിക്കൂ, അവിടെ ഒക്കെ ബെഞ്ചിലിരുത്തല്ല, വട്ടം വളഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരാൾ ഫ്രണ്ടിൽ ഒരാൾ ബാക്കിൽ എന്ന് പറഞ്ഞ് തോന്നലുണ്ടാവില്ല. യെസ്. അതിൽ നിന്ന് നമ്മളൊരു കുട്ടിയോട് പറയണം, നിങ്ങളുടെ വീട്ടില് അമ്മയോ അച്ഛൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ഇടങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ജോലിയുടെ ആക്ഷൻ ഇവിടെ വന്നൊന്ന് കാണിക്കാമോ എന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യം ഇവരെയൊക്കെ ഒന്ന് സംസാരിപ്പിച്ച് അവരെയൊക്കെ നമ്മൾ മനസ്സൊക്കെ ഒന്ന് യോജിപ്പിച്ചിടണം. അപ്പൊ അതിൽ ചിലപ്പോൾ ഒരു പെൺകുട്ടി വരെയാണ്, അവള് വന്നിട്ട് തുണി അലക്കണ പോലെ ഇങ്ങനെ കാണിക്കണം. മതി, ഡയലോഗൊന്നുമില്ല, ഇങ്ങനെ കാണിക്കണം. ഓക്കെ. അപ്പൊ ബാക്കിയുള്ള കുട്ടികളോട് പറയണം, ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ മിനിക്കുട്ടി വന്ന് തുണി അലക്കിയാണ്. ഇങ്ങനെ തുണി അലക്കുമ്പോൾ ഇതിനോട് കണക്ട് ചെയ്യാവുന്ന വേറെ എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്യാം. അപ്പൊ ആ ബാക്കിയുള്ള കുട്ടികൾ ആലോചിക്കും. അപ്പൊ ആലോചിച്ചിട്ട് അതിൽ നിന്ന് വേറൊരു കുട്ടി വരെയാണ്, അത് വന്നിട്ട് ഈ അലക്കിയ തുണി അഴയിലോട്ട് ഇടുകയാണ്. അങ്ങനെ അഴയിലോട്ട് ഇങ്ങനെ പൊക്കിയിടുന്ന പോലെ അത് കാണിക്കുകയാണ്. യെസ്. അപ്പൊ ടീച്ചറായി നിങ്ങൾ പറഞ്ഞു കണ്ടോ? അപ്പൊ അത് അഴയിലോട്ട് ഇടുന്നത് മനസ്സിലായി. ഇനി ഇതിനോട് രണ്ടിനോട് കണക്ട് ചെയ്യുന്ന മറ്റൊരു സംഭവം ആർക്കെങ്കിലും കാണിക്കാമോ? അപ്പൊ വേഗം തന്നെ അതിൽ ഒരു ആൺകൊച്ചു വരെയാണ്. അവൻ എന്ത് ചെയ്യുന്നു? കൈ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ മനസ്സിലായി ആ വീട്ടിലെ അച്ഛനാണത്. ആ അച്ഛൻ വന്നിട്ട് അച്ഛന്റെ ഡ്രസ്സ് കൂടെ കൊണ്ടുവന്ന് അലക്കുന്ന സ്ഥലത്ത് ഇട്ട് കൊടുത്തതാണ്. യെസ്. അപ്പൊ അത് മനസ്സിലായി. ഇനി ഇവരാരും പോകുന്നുണ്ട്, ഇത് ആ ഡ്രസ്സ് ഇട്ട പോലെ ഇങ്ങനെ നിൽക്കണം, അലക്കുന്ന പോലെ കാണിച്ചോണ്ട് ആ പെൺകുട്ടി അവിടെ ആദ്യം നിൽക്കുന്നു, തുണി വിരിക്കുന്ന പോലെ നിൽക്കുന്നു, ഡ്രസ്സ് കൊണ്ട് ഇട്ട പോലെ നിൽക്കുന്നു. ഇനി ഒരാൾക്ക് കൂടി വരാം, എത്ര പേർക്കൂടെ വരട്ടെ, ഞാനിപ്പോ ഒരാൾ കൂടെ വന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അടുത്തൊരാൾ വരെയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് വരെയാണ്. അപ്പൊ അവൻ വരുമ്പോ അവന്റെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ട്. ആ മൊബൈൽ കൊണ്ടുവന്നിട്ട് ആദ്യം തുണി അലക്കാനായിട്ട് വന്നു നിന്ന് കുട്ടിയുടെ ചെവിട്ടിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി വീട്ടിലൊരു ഫോൺ വന്നു കഴിഞ്ഞപ്പോ അത് കൊണ്ടേ കൊടുക്കുകയാണ്. യെസ്, ഫോൺ ചെവിട്ടിൽ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ. ഇനി നമ്മൾ എല്ലാവരെയും പഴയതുപോലെ പഴയ സ്ഥലത്തേക്ക് മാറ്റിയിരുത്തുന്നു. എന്നിട്ട് ആദ്യം വന്ന കൊച്ചിനോട് പറയുന്നത്, നീ ഒന്നുകൂടി വരിക, തുണി അലക്കണതല്ലേ കാണിച്ചത്, അത് ഒന്നുകൂടി ഒന്ന് കാണിക്കാം. അപ്പൊ അതെന്ത് ചെയ്യുന്നു? വന്ന് തുണി അലക്കണ കാണിക്കും. എന്നിട്ട് പറയാ, അതിന്റെ കൂടെ നീ 2 വാചകം കൂടി പറയാം. അപ്പൊ ആ കൊച്ചു പറയും, ഓ ഇന്ന് അലക്കാൻ കുറെ ഉണ്ട്, ഇന്ന് അലക്കി തീരുവോ എന്തോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. യെസ്. അപ്പൊ രണ്ടാമത് വന്ന കുട്ടിയിലെ, നീ ഒന്നും കൂടി വരിക, നേരത്തെ നീ അമ്മയെ വന്ന് സഹായിക്കാൻ വന്നതല്ലേ, അതുപോലെ ഇപ്പോഴും വന്ന് അഴയിൽ വന്ന് തുണി അലക്കിയത് എടുത്തിടുക, കൂടെ ഒരു ഡയലോഗ് കൂടി പറയാം. അപ്പൊ അവള് വരുന്നു. അപ്പൊ അവള് പറയും, അമ്മേ
ഇന്ന് അലക്കാൻ കുറച്ചധികം ഉണ്ടല്ലോ, ഇന്ന് ഞാൻ അമ്മയെ സഹായിക്കാം, ഇത് ഞാൻ വേണമെങ്കിൽ വിരിച്ചിടാം. ഓക്കെ, അത് വിരിച്ചിട്ടു. അപ്പൊ ആ ഡയലോഗ് അവള് പറഞ്ഞു. മൂന്നാമതൊരു കുട്ടി വന്നു, അത് ഒരു ആൺകൊച്ചു വന്നിട്ട് ഇങ്ങനെ കുറച്ചിട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവനോട് പറയും നീ വീണ്ടും വരിക. അപ്പോ നിനക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഡയലോഗ് നീ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ അവൻ രണ്ടാം തുണിയായിട്ട് ഇങ്ങനെ വന്നിട്ട് പറയും, അവിടുത്തെ അച്ഛനാന്ന് ചോദിച്ചു, ഇത് ആരൽക്കുമെന്ന് വിചാരിച്ചിട്ടാ, ഇതും കൂടി അലക്കണ്ടേ, ഇതാ എടുക്കണം എന്ന് പറഞ്ഞു പോയി. നാലാമത് മൊബൈലായിട്ട് വന്ന കുട്ടിനോട് നീ ഒന്നും കൂടി വരിക. വന്നിട്ട് വെറുതെ മൊബൈൽ മാത്രം ഒരു ഡയലോഗും പറഞ്ഞു. അപ്പൊ അവൻ മൊബൈലായിട്ട് വരെയാണ്. വന്നിട്ട് ആദ്യം തുണി അലക്കിയ ചെവിടിൽ വെച്ചിട്ട് പറയുന്നു, ദേ ഒരു ഫോണുണ്ട്, നിന്റെ ചേച്ചിയാന്ന് തോന്നുന്നു, എന്താ വെച്ചാൽ പറ. ഇവർക്കൊന്നും വേറെ സമയമില്ലേ വിളിക്കാൻ അങ്ങനെ ഒരു നേരം ആണോ? അപ്പൊ ഇവിടെ എത്ര പേര് വന്നു? 4 പേര് 5 പേര് ഇവിടെ വന്നു. 5 പേർക്കും എന്തുണ്ടായിരുന്നു? ഡയലോഗ് ഉണ്ടായിരുന്നു. 5 പേർക്കും ആക്ഷൻ ഉണ്ടായിരുന്നു. ഇത് കാണുന്ന വേറൊരു കുട്ടി ഇത് മുഴുവനും എഴുതിയെടുക്കുകയാണ്. അവിടെ എന്തായി? ദാറ്റ് ടേൺ ഇൻടു എ സ്ക്രിപ്റ്റ്. ഇത് ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല, ഇത് അവരുടെ ടാലന്റ് ആണ്, അറിയാണ്ട് വന്നു പോണതാണ്. യെസ്, ഇത് നമ്മൾ കുട്ടികളുടെ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. ഇത് നിങ്ങളിത് ഞാനിപ്പോ പറഞ്ഞപ്പോ ബസ് സ്റ്റോപ്പ് പറഞ്ഞു, പെട്ടി പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ വിട്ടേരിട്ട് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് ആ പെട്ടി എന്നുള്ളൊരു പകരവും ബസ് സ്റ്റോപ്പ് എന്നുള്ളപ്പോൾ നിങ്ങൾ വേറെ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ടാലന്റ് ആണ്. എന്നിട്ട് അവരെ കൂടി ചെയ്യിപ്പിക്കുക. ഞാനിവിടെ അലക്കുന്നതൊക്കെ പറഞ്ഞു, നിങ്ങൾ അത് വിട്ടേക്കാം. അത് വിട്ടിട്ട് വേറെ ലെവലിൽ പിടിക്കുക. വേറെ ലെവലിൽ പിടിച്ചിട്ട് ആ ലെവലിലുള്ള സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. യെസ്, ഇത് ഓടിച്ചെന്നിട്ട് ചെയ്യുന്ന പറഞ്ഞ് പറയില്ലല്ലോ കേട്ടോ. അത് നമ്മൾ അവരോടൊപ്പം നിന്ന് കുറച്ചേരം കളിച്ച് നമ്മൾ അവരുടെ ലെവലിലോട്ട് അങ്ങോട്ട് താഴ്ന്നു ചെന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് കയറി പോയാലുണ്ടല്ല വേറെ ലെവലിലോട്ട് എത്തും. യെസ്, ഇത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ക്രിയേറ്റിവിറ്റിയാണ്. അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണല്ല. അല്ലാതെ നമ്മൾ അവരോട് നിങ്ങൾ എഴുതുന്നു പറഞ്ഞാൽ ഒരാൾ എഴുതില്ല. നിങ്ങളത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരതിനകത്ത് ഇൻവോൾവ്ഡ് ആവും. നമ്മളെപ്പോഴും കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അതിന്റെ റിസൾട്ട് അല്ല, ദാറ്റ് പ്രോസസ്, ആ പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ്, നോട്ട് ദ റിസൾട്ട് ബട്ട് ദ പ്രോസസ്. ആ പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ്. യെസ്, ഇവിടെ നടക്കുന്ന ആ പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. മനസ്സിൽ വെച്ചിട്ട് അത് കഴിഞ്ഞു. ഇപ്പൊ അതിനോട് ഇപ്പോ കണക്ട് ചെയ്ത കാര്യം കൂടി പറയാം. അപ്പൊ നിങ്ങളുടെ കുട്ടികളൊക്കെ അവിടെ നിരഞ്ഞിരിക്കണം. അതിന്റെ അകത്തൊരു കുട്ടിയോട് പറയണം, മോനെ നീ ജീവനുള്ള വസ്തു വേണ്ട, മനുഷ്യൻ വേണ്ട, അല്ലാതെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവായിട്ട് ഇവിടെ വന്ന് നിൽക്കുക, നിന്റെ മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ അവൻ വന്ന് നിന്നു. അപ്പൊ ചിലപ്പോൾ ഒരു ആക്ഷൻ കളിച്ച് ഇങ്ങനെയൊക്കെ നിൽപ്പുണ്ടാവും. യെസ്, അപ്പൊ അത് അവന്റെ മനസ്സിൽ നിന്നോട്ടെ. അടുത്തൊരു കുട്ടിയോട് പറയുന്നു, നീ അത് അവനവിടെ നിൽപ്പണ്ടല്ല, അവൻ അവിടെ നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ നിന്റെ മനസ്സിൽ തോന്നിയത് എന്താണ്? അത് പറയണ്ട, അത് മനസ്സിലിരിക്കട്ടെ. അതിനോട് കണക്ട് ചെയ്ത ഒരു സംഗതിയായിട്ട് നീ വേറെ പോയി അവിടെ നിൽക്കുക. വേറെ എന്തെങ്കിലുമായിട്ട് നീ വിചാരിക്കും, മനുഷ്യനല്ലാത്ത വേറെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അവിടെ പോയി നിൽക്കും. അപ്പൊ ഇവനും അവിടെ പോയി നിന്നു. യെസ്, അപ്പൊ ഇവൻ വിചാരിച്ചത് മോളിൽ അമ്പലമാണ്, ആ അമ്പലത്തിലേക്ക് കയറിപ്പോയുള്ള സ്റ്റെപ്പ് പോലെ ഇവൻ നിന്നു. അടുത്തൊരാളെ വിളിച്ചു. എന്നിട്ട് അവരോട് പറയുന്നത്, ഇപ്പൊ 2 പേര് അവിടെ നിൽപ്പുണ്ട്, അവർ 2 പേരും നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോ നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതിനോട് കണക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നീ പോയി നിൽക്കുക. അപ്പൊ അങ്ങനെ ഇത് ഒരു 11 പേരൊക്കെ ആവുമ്പോണ്ടല്ല, ഇതൊരു കറക്റ്റ് ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ്. ഈ 11 പേര് അങ്ങനെ പല പല സൈസ് ഇങ്ങനെ മുട്ടിയും ചെരിഞ്ഞും ഇതൊക്കെ നിൽക്കാനുള്ള. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പൊ ആ രൂപം കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? അപ്പൊ അവരുടെ ഒരു ഒബ്സർവേഷൻ പറയും. ഓരോരുത്തരും അവരവരുടെ ഒബ്സർവേഷൻ വേറെ ലെവലായിരിക്കും പറയുന്നത്. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം വന്ന കുട്ടിയില് ഈ 11 പേര് 11ാമത് വന്ന കുട്ടി അവനോട് എഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്തായിട്ട് വിചാരിച്ചിട്ട് എന്നോട് വന്നു നിന്നു? അപ്പൊ അവൻ പറയും, ചിലപ്പോ ഇത് ഞാനൊരു മലയുടെ മുകളിലേക്ക് കയറി പോകുന്ന പോലെ തോന്നി, അതിന്റെ താഴെയുള്ള ഒരു പാറക്കല്ലായിട്ടാണ് ഞാനിവിടെ വന്നത്. ഓക്കെ, അവന് മാറി. 10ാമത്തെ ആളോട് ചോദിക്കുകയാണ്,
9ാമത്തെ ആ സമയത്ത് അവരെന്താണ് മനസ്സിൽ വിചാരിച്ചിരുന്നതെന്ന് പറയാം. യെസ്, ഇത് ഒരു ക്രിയേറ്റിവിറ്റിയുടെ വേറൊരു തലമാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ മനസ്സിലേക്ക് പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരാനായിട്ട് അവർക്ക് സ്വയം ചിന്തിച്ചിട്ട് ആ ഒരു ലെവലിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നു. അപ്പൊ ഞാനിതൊരു ചെറിയൊരു ടിപ്പ് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ടീച്ചർമാരാകും എന്ത് ചെയ്യണം, ഈ ടിപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചിട്ട് അവരിലുള്ള ക്രിയേറ്റിവിറ്റിയെ ഇവർ നേരത്തെ ഇവിടെ തുടക്കത്തില് നമ്മുടെ തോട്ടോതിരെ പറഞ്ഞപ്പോ ഇമാജിനേഷൻ ഒരു വാക്ക് പറഞ്ഞു. ഓരോരുത്തരുടെ സങ്കല്പമുള്ളത് എല്ലാവരുടെ ഉള്ളിലുണ്ട്, കഴിവുണ്ട്. അത് നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കണ്ടേ? ആ പൊടി തട്ടിയെടുക്കാനായിട്ടുള്ള കുട്ടികളിലുള്ള കഴിവുകൾ പൊടി തട്ടിയെടുക്കാനായിട്ടുള്ള പല പല ടെക്നിക്കുകളിൽ ഉപയോഗിക്കുന്നതിൽപ്പെട്ട ഒരു ടെക്നിക്കാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ സംഗതി. അപ്പോൾ ട്രൈ ടു ഫോളോ ഇറ്റ്. ഇനി നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ കുറച്ച് കുട്ടികളൊക്കെ ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ശ്രമിച്ചു നോക്കുക. തീർച്ചയായിട്ടും സക്സസ്. നിങ്ങൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ട് പോകാമോ, വെൽ പ്രിപ്പയർഡ് ആയിട്ട്. അതിന് എന്ത് പറയാൻ, യു ഷുഡ് ബി പ്രിപ്പയർഡ്. നല്ലൊരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വിദ്യാർത്ഥിയാണ്. കാരണം വിദ്യാർത്ഥികളെ പോലെ ടീച്ചർ നിങ്ങൾക്കറിയാലോ, 3 മണിക്കൂർ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ 1 മണിക്കൂർ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുള്ളൂ. യെസ്, നമ്മൾ ടീച്ചിങ്ങിനോടൊക്കെ പറയില്ലേ, നിങ്ങൾ ആദ്യം പഠിക്കണം. നിങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റേ സംഗതിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ പരീക്ഷ പാസ്സാവാൻ നിങ്ങൾ വേറെ ആക്കിയാൽ വേറെ വല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയോ ട്യൂഷൻ എടുക്കുകയോ ഒക്കെ ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും നിങ്ങൾ അറിവിന് വേണ്ടി പഠിച്ചത്. ആം ഐ റൈറ്റ്? അത്രയും നാൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് പിന്നെ അത് മനസ്സിലാക്കിയത് അപ്പോഴാണ്, അല്ലേ? യെസ്, അത് കറക്റ്റാണ്. അതിനു മുമ്പ് നിങ്ങൾ പഠിച്ചു പാസ്സായി, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ അത് എന്താണ് ആ സംഭവം എന്ന് പിടികിട്ടിയില്ല. ഇതിന് ഇങ്ങനെയൊക്കെ സംഗതി, ഇതുകൊണ്ടാണ് ഇങ്ങനെ വന്നതല്ലേ എന്ന് നമുക്ക് അറിവിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നിങ്ങളത് ബി ബോൾഡ് ആവുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അത് ധൈര്യമായിട്ട് അതൊന്ന് അവതരിപ്പിക്കുക കേട്ടോ. ഞാനിത് പറഞ്ഞത് നമ്മൾ ചില ടിപ്പുകളായിട്ട് വിചാരിക്കുക. ആ ടിപ്പുകളായിട്ട് വിചാരിച്ചതിന് ശേഷം നിങ്ങൾ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക. ഒരു ടെക്നിക്ക് കൂടി പറയുന്നു. യെസ്, ഒരു വൃത്തം വരയ്ക്കുന്നു, ഒരു റൗണ്ട് വരക്കണം. ഇതൊക്കെ നമുക്ക് ചെയ്യിക്കാനും ഓഫ്ലൈനൊക്കെ ചെയ്യിപ്പിച്ചല്ലേ കേട്ടാ. ഒരു വൃത്തം വരക്കുന്നു. നമ്മളൊരു 10 കുട്ടികളുണ്ട്. ആ 10 കുട്ടികളെ വൃത്തത്തിനുള്ളിൽ നിർത്തുന്നു. എന്നിട്ട് പറയണം, നടക്കാൻ പറയണം. വൃത്തത്തിന്റെ പുറത്തോട്ട് പോയി. അപ്പൊ അവര് നടക്കും. അങ്ങോട്ടും കൂടെ നടക്കും. അപ്പൊ നിങ്ങൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിർത്തുക. അപ്പൊ നിങ്ങൾ നോക്കുക. അപ്പൊ നോക്കിയേ, അപ്പൊ ചില സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ ആ വൃത്തത്തിൽ കുറച്ച് സ്ഥലത്ത് ഗ്യാപ്പ് ഉണ്ടാവും, കുറച്ച് സ്ഥലത്ത് ഗ്യാപ്പ് ഉണ്ടാവില്ല, ചില സ്ഥലത്ത് മുട്ടിയായിരിക്കും നിൽക്കണം. അപ്പൊ നിങ്ങൾ വേണ്ട നോക്കി. ഇനി നിങ്ങൾ വീണ്ടും നടക്കണം. നടക്കുമ്പോൾ ഇതേപോലെ ഒരു സ്ഥലത്ത് വലിയ ഗ്യാപ്പ് വരരുത്. ഒരു മിനിമം ഗ്യാപ്പ് എല്ലായിടത്തും മനസ്സിലാക്കണം. സ്റ്റാർട്ട്. വീണ്ടും അവർ നടക്കുന്നു. അവരങ്ങനെ നടന്ന് വരുമ്പോൾ പിന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കും. യെസ്, അപ്പൊ ഒരു അവയർനെസ് കിട്ടുകയാണ്. ഏതിനെ കുറിച്ച്? അത് നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടുക. ഇത് അറിയാണ്ട് കുട്ടികൾ ഉള്ളിലോട്ട് കയറുന്നത് അവയർനെസ്. വീണ്ടും നിങ്ങൾ സ്റ്റോപ്പ് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കൈകൾ വിരിച്ചു നോക്കി, തൊട്ടടുത്തിരിക്കുന്ന ആളെ മുട്ടരുത്. യെസ്, വീണ്ടും നടക്കുന്നു. യെസ്, വീണ്ടും നമ്മൾ പറഞ്ഞു, നിങ്ങൾ നടന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ചില ആൾക്കാർ തല കൊമ്പിട്ട് നടക്കുന്നു, വേറെ ചില ആൾക്കാർ വേറെ വശത്തേക്ക് നോക്കി നടക്കുന്നു. അത് പാടില്ല. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കണ്ണുകളിൽ നോക്കി നടക്കും. യെസ്, അങ്ങനെ ഒന്ന് നടക്കാം. ഓക്കെ, സ്റ്റാർട്ട്. അപ്പൊ അങ്ങനെ അവർ നടക്കും. യെസ്, അപ്പൊ ഒരാളെ കാണുമ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കണം എന്നുള്ള ഒരു വലിയൊരു സംഗതി നമുക്ക് അറിയാണ്ട് അവിടെ ശരിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ, ഇപ്പോ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. കണ്ണുകളിലേക്കൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ എന്തില്ല, ഒരു ചിരിയില്ല മുഖത്ത്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വൃത്തത്തിനുള്ളിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ആളെ കാണുമ്പോൾ ഒരു ചിരി ചിരിക്കണം. യെസ്, അപ്പൊ നിങ്ങൾ നോക്കണം ഓരോരുത്തരും ചിരിക്കുന്നത് എങ്ങനെയാണ്. അവര് ഹൃദയത്തിൽ നിന്ന് ചിരിക്കുന്നതാണ്, അവരുടെ ചുണ്ടുകൾ മാത്രമാണ് ചിരിക്കുന്നത്. എവിടെ നിന്നാണ് ആ ചിരി വരുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. യെസ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ ഡയറക്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് അയാൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. യെസ്, അപ്പോ ഇതൊരു പ്രോസസ്സാണത്. അപ്പൊ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള സംഗതി പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു 10 പേരുണ്ട് ആ ഗ്രൂപ്പിന്റെ അകത്ത്.
10 പേര് സ്ഥലത്തിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പറയാം 1 മുതൽ 10 വരെ നിങ്ങൾ നടക്കണേന്റെ ഇടയ്ക്ക് എണ്ണണം. 1 മുതൽ 10 വരെ. ആദ്യം ഇന്നാൾ, രണ്ടാമത് ഇന്നാളെന്നൊന്നുമില്ല, ആർക്കാണെങ്കിലും പറയാം. അപ്പൊ അവർ നടക്കണേന്റെ ഇടയ്ക്ക് പറയും 1, അടുത്ത ആള് 2, ചിലപ്പോ 2 പറഞ്ഞു, അടുത്ത ആള് 3 പറയുമ്പോൾ വേറൊരാളും 3 പറയും. 2 പേര് ഒരുമിച്ച് വന്നാൽ പിന്നെ വീണ്ടും ഒന്നേന്ന് പഠിക്കാൻ ആരംഭിച്ചോളൂ. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ 2 പേര് 3 പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടീച്ചർ ഇടപെടെയാണ് 1. അപ്പൊ 2. അതിൽ ഈ 10 വരെ എണ്ണാൻ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അവർക്കുണ്ടല്ലോ ഒരു സംസാരത്തിലും അതോടൊപ്പം തന്നെ ഒരു കോൺഷ്യസ്നെസ് വരെ അറിയാണ്ട്. ഞാൻ പറയുമ്പോൾ വേറെ ആളോട് അങ്ങനെ വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു ബോധമില്ല. ഇതറിയാതെ കുട്ടികളിലേക്ക് എനിക്ക് വരുവരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കിയില്ല. ഒരു 5ഓ 10ഓ പേരുള്ള ഒരു ഗ്രൂപ്പിൽ വന്നേക്കുക, അവരോട് ഇങ്ങനെ എണ്ണാൻ പറയും. നേരെ നേരെയായിട്ട് ഇരുത്തരുത്. യെസ്, എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞ, ആരാണ് മെസ്സേജ് ഇട്ടത്? സാറേ എന്റെ മോൾക്ക് 1.5 വയസ്സേ ഉള്ളൂ. സാറ് 1 പറഞ്ഞപ്പോ അവളിവിടെ 2 പറഞ്ഞു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. യെസ്, 1 പറഞ്ഞപ്പോ 2 പറഞ്ഞു. ഓക്കെ. നമ്മളിങ്ങനെ നേരെ നിർത്തിയായിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഓർഡർ പറഞ്ഞു 1, 2, 3. അങ്ങനെയല്ല, നമ്മൾ ഒരു മിക്സഡ് ആയിട്ട് ഇരുത്താണ്. ആരും വേണമെങ്കിൽ ഇഷ്ടമുള്ളത് പറഞ്ഞു, ഓർഡർ ഒന്നുമില്ല. യെസ്, ആൻഡ് യു ട്രൈ ടു ഡു ഇറ്റ്. നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്ന ആരെങ്കിലും അതുണ്ട്? മറ്റു ക്ലാസ്സുകളിലൊക്കെ അടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. യെസ്. അപ്പോ ചിലപ്പോ ഇപ്പൊ ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നവർ ചിലപ്പോൾ ഇല്ലായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ റെക്കോർഡ് ക്ലാസ് കാണുന്നവർ പഠിപ്പിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ദേ ക്യാൻ അഡോപ്റ്റ് ഇറ്റ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവര് അവരുടെ ക്ലാസ്സുകളിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പക്ഷേ ഇതിന്റെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ടീച്ചിങ് മെത്തേഡ് കുട്ടികളെ, ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞതിൽ ഒന്ന് മോഡിഫൈ ചെയ്ത് അവതരിപ്പിക്കാം. ദയവേത് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു ഹിന്റാണ്. യെസ്, നിങ്ങൾ അത് എടുത്തിട്ട് അതൊന്ന് നിങ്ങളുടേതായി മോഡിഫൈ ചെയ്യും. ഞാനിവിടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക്, അന്ന് കുറച്ച് പേരെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒറ്റ മോഡലായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവര് യൂട്യൂബ് അല്ലെങ്കിൽ വേറെ നോക്കിയിട്ട് ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് അത് തന്നെ പറഞ്ഞു. അത് തന്നെ വേറെ ആളും പറഞ്ഞു. ഞാനാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഇത് സ്വന്തമായിട്ട് പറയണല്ല, കാരണം ഇത് തന്നെയാണ് മറ്റൊന്നും പറഞ്ഞത്. അപ്പൊ ഇത് എവിടെ നിന്ന് ഒരു സ്ഥലത്ത് കോപ്പി അടിച്ചുകൊണ്ടതാണ്. നിങ്ങൾ കോപ്പി അടിച്ചു, പക്ഷേ അത് എന്ത് ചെയ്യണം? വെൽ എഡിറ്റഡ് ആയി ചെയ്യണം. അത് അറിയാൻ പാടില്ല, അറിയരുത്. കൃത്യമായിട്ടത് എഡിറ്റ് ചെയ്ത് മാറ്റി വേറെ ഇല്ല, നിങ്ങളുടേതായ കൂട്ടിച്ചേർക്കലൊക്കെ ചേർത്ത് ചിലത് മാറ്റി വേറൊരു ലെവലാക്കി കൊണ്ടുവരാം. യെസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയാൻ പാടില്ല. ടൈ ആൻഡ് യെല്ലോ റിബൺ എന്ന് പറയുന്ന ഒരു കഥയില്ലേ, പറഞ്ഞാണ് ഞാൻ നിങ്ങളോട്? ഇല്ല അല്ലേ? യെസ്, പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കഥയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു കുട്ടി ജയിലിൽ കിടക്കുകയാണ്, ജയിലിൽ നിന്ന് മോചിതനാവുകയാണ്. അപ്പൊ അവരൊരു വിഷമം. യെസ്, അപ്പൊ ടൈ ആൻഡ് യെല്ലോ റിബൺ അപ്പൊ അതിനകത്ത് ഞാൻ പറയുന്നത് യാത്ര എന്ന് പറഞ്ഞ സിനിമയിലോട്ട് വന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്യണം. ഇത് നിങ്ങൾ ആ യൂട്യൂബിൽ നിന്ന് എടുത്ത സാധനമായിട്ട് തോന്നരുത്. കാരണം ഇത് കേൾക്കുന്നത് മുഴുവൻ ഒരാളാണെന്ന് ഓർമ്മയുണ്ടാവണം. 20 പേര് അവിടെ ഇന്റർവ്യൂവിന് ചെല്ലുകയാണെങ്കിൽ 20 പേരും ഒരേപോലെ പറഞ്ഞാൽ അപ്പൊ അവർക്ക് മനസ്സിലാവും ഇത് പഠിച്ചുള്ളതായിട്ട് പറയുന്നതാണ്, ഒറിജിനൽ അല്ലാതെ മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യണം? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയാം. യെസ്, നിങ്ങൾ ടീച്ചറാകുമ്പോൾ നോക്കിക്കോ, എല്ലാ 2 ചോദ്യങ്ങളുടെ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചോദ്യത്തിനായിരിക്കും ചിലപ്പോൾ എല്ലാവരും ഉത്തരം എഴുതുക, എളുപ്പമായിരിക്കും. പക്ഷെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയത്തിന് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പരീക്ഷാ പേപ്പർ നോക്കുന്ന ടീച്ചർ കൗതുകത്തോടു കൂടി നോക്കും. യെസ്, എല്ലാവരും ഒരേ രീതിയിൽ പോയപ്പോൾ വ്യത്യസ്തമായ വഴികളിലൂടെയാണ് വന്നിരിക്കുന്നതെന്നൊന്ന് അത് ഓർക്കും. ഓക്കെ, അപ്പോ യു ക്യാൻ അഡോപ്റ്റ് ഇറ്റ് ഇൻ യുവർ ടീച്ചിങ് മെത്തേഡ്. അപ്പൊ നിങ്ങളുടെ ടീച്ചിങ് മെത്തേഡിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. യെസ്, ഇറ്റ് ക്യാൻ ബി അഡോപ്റ്റ്. ഇതൊക്കെ
പല സ്ഥലത്തൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയ കാര്യങ്ങളാണ്. യെസ്, ഇതിപ്പോ നമുക്കിപ്പോ ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നിർത്തി നമുക്ക് രസകരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. യെസ്, ഇതിപ്പോ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടും നിങ്ങൾ വളരെ പക്വതയുള്ള ആളായതുകൊണ്ടും ഞാൻ പറയുന്നത് അതേ അർത്ഥത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കത് പിടികിട്ടി കാണും എന്ന് ഞാൻ കരുതുന്നു. യെസ്, അപ്പോ നമ്മളിപ്പോ ആർട്ടിക്കിളിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആരുമില്ലാത്തതുകൊണ്ട് ക്ലോസ് ചെയ്യാണ്. സോ വി വിൽ മീറ്റ്. താങ്ക് യു പറഞ്ഞു. Okay. We will meet in the next class. Okay. Thank you, sir. Thank you, sir. Thank you, sir. Okay.